നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയെങ്കിൽ മാത്രമേ അതിന്റെ സാധ്യതകളെ കുറിച്ച് പറയാൻ കഴിയൂ. ഇങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് സ്ഥാപിക്കാനല്ല ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്, പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതായത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അന്യഗ്രഹവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അന്യഗ്രഹത്തിൽ നിന്ന് വന്ന റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകളാണ് ഭൂമിയെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും നമുക്കിടയിൽ വേഷം മാറി റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകൾ ഉണ്ട് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല, പക്ഷേ പൊതുവായി ഇതിൽ അംഗീകരിക്കുന്ന ഒന്ന് നമ്മുടെ ഭൂമിയിൽ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന സാഹചര്യമാണ്. മറ്റൊന്ന്, ഇപ്പോഴും ഒരു പക്ഷേ ഉണ്ടായിക്കൂടുന്നുമില്ല. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തുകൊണ്ടാണ് അത് എന്നൊക്കെ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കാം. സോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് അഥവാ ഉരക മനുഷ്യനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് എന്താണ് മനുഷ്യൻ എന്ന് പെട്ടെന്നൊന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് മതങ്ങളിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ശാസ്ത്രീയമായി ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഹോമോ എന്ന് പറയുന്ന ജനുസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക ജീവിയാണ് മനുഷ്യൻ. ഹോമോ സാപ്പിയൻസ് എന്നാണ് മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത്. പ്രൈമേറ്റ് ഗോത്രത്തിൽപ്പെട്ട ഇവ ഹോമിനിഡ് കുടുംബത്തിലാണ് പെടുന്നത്. ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മസ്തിഷ്ക വികാസം പ്രാപിച്ചിട്ടുള്ളത് മനുഷ്യനാണ്. മാനസികവും സാംസ്കാരികവുമായ പുരോഗതി പ്രാപിച്ച മനുഷ്യൻ ഇന്ന് ഭൂമിയിലുള്ള മറ്റേതൊരു ജീവജാലത്തെക്കാളും മാനസിക വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം ചെയ്യുന്ന ഏക ജീവിയും മനുഷ്യനാണെന്ന് കരുതപ്പെടുന്നു. പക്ഷെ അപ്പോഴും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മനുഷ്യൻ ആദ്യം എവിടെ ഉണ്ടായി എന്നതാണ്. ആഫ്രിക്കയിൽ ഉണ്ടായതാണ് എന്നാണ് ചില ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്. പക്ഷെ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തൽക്കാലമില്ലെങ്കിലും ആദിമ മനുഷ്യൻ എങ്ങനെ വംശനാശ ഭീഷണിയെ അതിജീവിച്ചുവെന്നും ആഫ്രിക്കയിൽ നിന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുമുള്ള കാര്യത്തിലൊക്കെ അവ്യക്തതയുണ്ട്. വിവിധ കാലത്തിലൂടെ പരിണാമം സംഭവിച്ചു വന്ന ഇന്നത്തെ മനുഷ്യൻ ആദ്യകാലങ്ങളിൽ, അതായത് ഈ രൂപത്തിലാകുന്നതിന് മുമ്പ് പരിണാമത്തിന്റെ ആദ്യകാലങ്ങളിൽ ഒരു 3 അടിയോ 4 അടിയോ മാത്രം ഉയരമുണ്ടായിരുന്ന ഒരു ജീവിയാണെന്നുമൊക്കെയാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. പരിണാമ സിദ്ധാന്തത്തിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒന്നാണെങ്കിലും ഒരുപാട് ശാസ്ത്രജ്ഞർ അതിലെ പല തെറ്റുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, സംശയങ്ങളും ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇനിയും ഏറെ കാലങ്ങൾ കൊണ്ട് മാത്രമേ ദൂരീകരിക്കപ്പെടുകയുള്ളൂ. പക്ഷെ മനുഷ്യന്റെ ഈ ഉൽപ്പത്തി എന്ന് പറയുന്നത് പൊതുവായി ജീവപരിണാമത്തെക്കുറിച്ച് പറയാൻ വേണ്ടി കൂടിയാണ് പറഞ്ഞത്. അതായത് പൊതുവായ ഒരു ജീവിയിൽ നിന്ന് തന്നെയാണ്. ഏകദേശം 370 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പൊതു പൂർവികനിൽ നിന്ന് തന്നെയാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന ഒരു ജൈവ വൈവിധ്യം ഉടലെടുത്തത് എന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. നമ്മുടെ മനുഷ്യൻ പരിണാമം സംഭവിച്ചെത്തിയതുപോലെ തന്നെ മറ്റേതെങ്കിലും ജീവവിഭാഗങ്ങൾക്ക് പരിണാമം സംഭവിക്കാം. ഇപ്പൊ നമുക്കറിയാം, റെപ്റ്റൈൽസ് അഥവാ ഉരകങ്ങൾ എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ദിനോസറുകൾ മുതൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചെറിയ ഓന്തുകൾ വരെ ഉൾപ്പെടുന്നത് എന്നതാണ് വളരെ രസകരമായ ഒരു കാര്യം. നട്ടലിലുള്ള ജീവിവംശങ്ങൾ തന്നെയാണ് ഉരകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. 315 ദശലക്ഷം വർഷം മുമ്പ് തന്നെ ഉരകങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട്. ചില ഫോസിൽ തെളിവുകൾ അങ്ങനെയാണ് പറയുന്നത്. ഉഭയജീവികളിൽ നിന്ന് പരിണമിച്ചുണ്ടായവയാണ് ഈ കാണപ്പെടുന്ന ഉരകങ്ങളെല്ലാം. ദിനോസർ കാലഘട്ടത്തിലടക്കം മനുഷ്യനിൽ ഉണ്ടായതുപോലെ പരിണാമം സംഭവിച്ച് ഏതെങ്കിലും ഉരകവർഗങ്ങൾ മനുഷ്യനെ പോലെ ബുദ്ധിവികാസം പ്രാപിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന കാര്യം കുറെ ആളുകൾ അല്ലെങ്കിൽ കുറെ ശാസ്ത്രജ്ഞർ ഒരു സംശയമായി ഉയർത്തുന്നുണ്ട്. അതായത് ഭൂമിയിൽ തന്നെ ഉരക മനുഷ്യർ ഉണ്ടായിരുന്നിരിക്കാം എന്ന സാധ്യത നിഷേധിക്കാൻ കഴിയില്ല. അതായത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പെറുവിലെ നാസ്ക ലൈൻസ് വളരെ പ്രശസ്തമാണ്. നാസ്ക ലൈൻസ് എന്ന് പറയുന്നത് ഒരു വിചിത്രമായ രീതിയിലുള്ള കുറെ ചിത്രങ്ങളാണ്. അത് ആര് നിർമ്മിച്ചു എന്ന കാര്യത്തിൽ പോലും തർക്കങ്ങളുണ്ട്. എന്തിനു നിർമ്മിച്ചു എന്ന കാര്യങ്ങളിൽ തർക്കങ്ങളുണ്ട്. ഏലിയൻ തിയറിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ പറയപ്പെടുന്നുമുണ്ട്. ഈ നാസ്ക ലൈൻസ് കാണപ്പെടുന്ന പ്രദേശത്ത് നിന്ന്
നാസയിലെ തന്നെ ചില ഗവേഷകർക്ക് ചില പഴയകാല ഫോസിലുകൾ ലഭിച്ചുവെന്നും ഈ ഫോസിലുകൾ മനുഷ്യന് സമാനമായ ജീവികളുടേതാണെങ്കിലും അവയുടെ പ്രകൃതം ഉരകങ്ങളുടേതിന് സമാനമാണ് എന്നുമാണ് വാർത്തകളുള്ളത്. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പൊതുവെ നാസ ഔദ്യോഗികമായി കൂടുതൽ വിവരങ്ങളൊന്നും ലോകത്തോട് തുറന്നു പറയുന്ന ഒരു സംഘടനയല്ല. നാസ എന്നല്ല ഒരു രാജ്യവും അവർക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും പുറം ലോകത്തോട് തുറന്നു പറയില്ല. രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെയായിരിക്കും തുടർ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന്റെ കാരണം ഈ രംഗത്തുള്ള മത്സര ബുദ്ധി തന്നെയാണ്. എല്ലാ രാജ്യങ്ങളും ആദ്യം കൂടുതൽ നേട്ടങ്ങൾ തങ്ങൾ കൈവരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും രഹസ്യമാക്കി വയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ചും ഭൂമിയിലെ ജീവജാലങ്ങളെക്കുറിച്ചും ഏലിയൻസിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഹൈഡ് ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ പെടുന്നതാണ്. റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഒരു കാരണം ഡേവിഡ് ഐക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം കുറെ ഒരു തിയറികൾ അങ്ങ് ഉണ്ടാക്കി. അതായത് ലോകം നിയന്ത്രിക്കുന്നത് ആൽഫ ഡ്രക്കോണിക്സ് എന്ന് പറയുന്ന നക്ഷത്ര ശൃംഖലയിൽ നിന്ന് വന്ന റെപ്റ്റീലിയന്മാരാണെന്നും അവരുടെ അന്തിമ ഉദ്ദേശം മനുഷ്യവർഗത്തിന്റെ നാശമാണെന്നും മനുഷ്യ രക്തം കുടിക്കുന്ന ഇവർക്ക് ഇച്ഛാനുസരണം രൂപം മാറ്റാൻ കഴിയുമെന്നും മനുഷ്യരൂപം കൊണ്ട് ഇവർ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നു എന്നുമൊക്കെയാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ബരാക് ഒബാമ, ജോർജ് ബുഷ്, എലിസബത്ത് റാണി, വ്ളാഡിമിർ പുടിൻ, ഇങ്ങനെ ലോകത്തെ പലരും, പ്രത്യേകിച്ച് ഉന്നത പദവികളിൽ ഇരിക്കുന്ന ആളുകൾ, ലോകത്തെ മികച്ച ബിസിനസ്സുകാർ, ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകളാണെന്നും അവര് മനുഷ്യന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നതാണ് എന്നുമൊക്കെയാണ് ഡേവിഡ് ഐക്കിയുടെ ഈ ഒരു തിയറി പറയുന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് ഈ തിയറി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ ഈ തിയറി വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. അമേരിക്കയിലെ തന്നെ ആകെ പോപ്പുലേഷന്റെ 4% കൂടുതൽ ആളുകളും യൂറോപ്പിലെ പോപ്പുലേഷനിലെ ഒരു വലിയ വിഭാഗം ആളുകളും ഈ തിയറി പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. ഇതിനു പുറമെ ഏഷ്യൻ രാജ്യങ്ങളിലും ലോകമൊട്ടാകെയും ഈ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് എന്ന് പറയുന്ന തിയറിക്ക് ആരാധകരുണ്ട്, അത് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് എന്ന് പറയുന്ന ഡേവിഡ് ഐക്കിയുടെ തിയറിയിൽ ചില കാര്യങ്ങൾ വസ്തുതാപരമായി കാണാൻ സാധിക്കും. അതായത് അദ്ദേഹം പറയുന്നത് പരഗ്രഹ ജീവിയാണ് റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് എന്നാണ്. കാരണം നമ്മുടെ ഭൂമിയിൽ മനുഷ്യന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യനെ പോലെ ബുദ്ധിവികാസം പ്രാപിച്ച മറ്റേതെങ്കിലും ഒരു ജീവസമൂഹം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തെ കുറിച്ചാണ്. ദിനോസറുകൾ ജീവിച്ചിരുന്നതും ഇത്തരം കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇനി അന്ന് ബുദ്ധിവികാസം പ്രാപിച്ച മനുഷ്യന് സമമായിട്ടുള്ള ഉരകജീവികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരം ജീവികളോ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിന്റെ ഫോസിലുകളും മറ്റും ഈ കാലത്ത് ലഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫോസിലുകൾ ഖനനം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമേറിയ കാര്യമാണെന്ന് ഈ രംഗത്ത് പഠനങ്ങൾ നടത്തുന്ന വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. ഫോസിലുകളും മറ്റും കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ശാസ്ത്രത്തിലെ പല കാര്യങ്ങളും കെട്ടിപ്പടുത്തിട്ടുള്ളത്. നാളെ ഇന്ന് വരെ കണ്ടുപിടിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യന്റെ പരിണാമത്തിനിടയിലുള്ള ഏതെങ്കിലും ഒരു പുതിയ തരം രൂപത്തെ കിട്ടുകയാണെങ്കിൽ, ഒരു പുതിയ തരം ഫോസിൽ കിട്ടുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പരിണാമ സിദ്ധാന്തം അടക്കമുള്ള കാര്യങ്ങൾ ഇതേ സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. മറ്റൊരു ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സമൂഹം ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ഒരു ഫോസിൽ കിട്ടിയാൽ നമ്മളെ ഇതുവരെയുള്ള ധാരണകളൊക്കെ പൊളിച്ചെഴുതേണ്ട വരുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സയൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വിശകലനങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടേതെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഫോസിലുകളിൽ നിന്നാണ് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നത്. ദിനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് കണ്ടെത്തിയത് അവയുടെ ഫോസിലുകളിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ കണ്ണിൽ പെടാത്ത, ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിയാത്ത പലതും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവയുടെ ഫോസിലുകളോ കൂടുതൽ തെളിവുകളോ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നില്ല. റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡിന്റെ തിയറിക്കുള്ള സാധ്യതയും അതാണ്. അതായത് ഭൂമിയിൽ ഇപ്പൊ ജീവിക്കുന്നതിൽ ഏറ്റവും ബുദ്ധിവികാസം വന്നിട്ടുള്ള ജീവി മനുഷ്യനാണ് എങ്കിലും പോയ കാലത്ത് മനുഷ്യനെ പോലെ തന്നെ മറ്റേതെങ്കിലും വകഭേദങ്ങൾ, മറ്റേതെങ്കിലും തരം ജീവജാലങ്ങൾ വികാസം പ്രാപിച്ച് ഉണ്ടായിക്കൂടാ എന്നില്ല. ഉരകജീവികളെ കുറിച്ച് പറയുമ്പോൾ ഇവയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉരകങ്ങളുടേതിന് സമാനമായിട്ടുള്ള കൈകാലുകൾ,
തല, ഇങ്ങനെയൊക്കെയാണ് ഇവയ്ക്ക് കാണപ്പെടുന്നത്. പക്ഷേ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. നട്ടെല്ല് നിവർത്തി നിൽക്കാൻ കഴിയുന്ന തരം ജീവികളായിരിക്കാം. മനുഷ്യന് സമാനമായ രൂപസാദൃശ്യങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരത്തിൽ വ്യത്യസ്തമായ രൂപഭാവത്തിലുള്ള ഉരകങ്ങളിൽ നിന്ന് സാമ്യപ്പെട്ടിരിക്കുന്ന ഒരു ജീവസമൂഹമാണ് ഉരക മനുഷ്യർ എന്ന സങ്കല്പത്തിന് പിന്നിൽ. ഈ സാഹചര്യം മറ്റൊരു ഗ്രഹത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വിശാലമായ ഈ പ്രപഞ്ചത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ തത്വങ്ങളും ഭൂമിക്ക് ബാധകമാണ്. അതായത് ഈ പറയുന്ന ഭൂമിയിലുള്ള സാഹചര്യങ്ങൾ മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടായിക്കൂടുന്നില്ല. അതുപോലെ തന്നെ ഭൂമിയുടേതിന് സമാനമായ ഗ്രഹങ്ങളും ഉണ്ടായിക്കൂടുന്നില്ല. എന്തും സംഭവിക്കാം, എന്തു വേണമെങ്കിലും ഉണ്ടാകാം. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ വിശാലമായ ഈ ലോകത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലും ഇതുപോലെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനാൽ തന്നെ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് തിയറി അങ്ങനെ അല്ലാതാകുന്നില്ല. പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ കാലഘട്ടത്തിലുള്ള ദൈവങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, മെസപ്പൊട്ടോമിയൻ കാലത്ത് ഉള്ള ആരാധിച്ചിരുന്ന ദൈവങ്ങളുടെയൊക്കെ ചിത്രം എടുത്താൽ രൂപം ഏതാണ്ട് മനുഷ്യനെ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും മുഖത്തിന്റെ സ്ഥാനത്ത് ജീവികളുടെ മുഖമായിരിക്കും കാണുന്നത്. ചില പക്ഷികളുടെ തല, അല്ലെന്നുണ്ടെങ്കിൽ പാമ്പിന്റെ തല, അല്ലെങ്കിൽ ഉരകത്തിൽപ്പെടുന്ന മറ്റ് ജീവജാലങ്ങളുടെ തല, ഓന്ത് പോലത്തെ തല, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തലയും രൂപവും ഒക്കെ ആയിരിക്കും ഉള്ളത്. അങ്ങനെയുള്ള ജീവികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നതിന്റെ തെളിവായി വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാൻ കഴിയും. ഇപ്പോ പല്ല് മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് പിന്നിലും ഈ പറയുന്ന ഉരകവർഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണുള്ളത്. അതിനാൽ തന്നെ ഈ പഴയ കാലങ്ങളിൽ ചുവർ ചിത്രങ്ങൾ, അതുപോലെ ഗുഹാ ചിത്രങ്ങളിലൊക്കെ വരച്ചു വെച്ചിട്ടുള്ള പല രൂപങ്ങളും ഇതുപോലെ ഒരു വികാസം പ്രാപിച്ച ഉരക സമൂഹത്തെ കുറിച്ച് ആയിക്കൂടുന്നില്ല. അതിനാൽ തന്നെ നമുക്ക് അതൊന്നും എഴുതി തള്ളാൻ കഴിയാവുന്നവയല്ല. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഇവയൊന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അത്രമാത്രം തെളിവുകളൊന്നും ലഭിക്കാത്തടത്തോളം കാലം ഇതൊക്കെ ചില ഊഹാപോഹങ്ങളായി മാത്രം നിലനിൽക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം തമ്മിൽ പൊതുവായ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യന്റെ കൈ, മുതലയുടെ മുൻകാൽ, തിമിംഗലത്തിന്റെ തുഴ, പക്ഷിയുടെ ചിറക് എന്നിവ നിരീക്ഷിച്ചാൽ ഇവയെല്ലാം ആന്തരികമായി രക്തക്കുഴലുകളും നാഡികളും അസ്ഥികളും പേശികളും കൊണ്ട് ഘടനാപരമായിട്ട് സമാനമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണെന്ന് കാണാൻ കഴിയും. ഇവയുടെ ബാഹ്യഘടനയിൽ കാണുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വ്യത്യസ്ത ചുറ്റുപാടുകളിൽ ജീവിക്കുന്നതിന് ലഭിച്ച അനുകൂലങ്ങളായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അതായത് ഈ ജീവികളുടെ എല്ലാം ആന്തരഘടന എന്ന് പറയുന്നത് ഒന്നുപോലെ നിലനിർത്തപ്പെടുകയും ബാഹ്യരൂപത്തിൽ ഇവ പരിണാമിച്ചു വരികയും ചെയ്തു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതിനാൽ തന്നെ മനുഷ്യനെ പോലെ ഒരു ഉയർന്ന തലത്തിലേക്ക് വികാസം പ്രാപിച്ച ഒരു സമൂഹം, അത് ഉരക മനുഷ്യരെന്ന് നമുക്ക് അവരെ വിളിക്കാം, ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനും കഴിയില്ല. ഉരക ജീവികളെ കുറിച്ച് പറയുമ്പോൾ ഇവയിൽ ശീതരക്തമാണ് ഉള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകാം എന്ന വിശ്വാസമുള്ള ധാരാളം ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഡേവിഡ് എന്ന് പറയുന്ന ആള്. അദ്ദേഹമാണ് ഈ പറയുന്ന ഒരു വിശ്വാസത്തിന് കൂടുതൽ അടിത്തറ ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇനി അഥവാ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്ന ഈ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകൾ ഉണ്ടെങ്കിൽ തന്നെ അവയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും അത്ര ലളിതമാകില്ല. മാത്രമല്ല, ഈ പറയുന്ന ഒരു ഹ്യൂമനോയിഡ്സ് ഉണ്ടായിരുന്നിരിക്കാം, ഒരു ഉരക മനുഷ്യന് സമാനമായ ജീവികൾ ഒരു പക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ഇന്ന് അവർ ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. ദിനോസർ കാലഘട്ടത്തിൽ ദിനോസറുകൾ മൺമറഞ്ഞതുപോലെ ഭൂമിയുടെ ഈ ചരിത്രത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിട്ട് ഭൂമിയിൽ തന്നെ അവർ നശിച്ചു പോയിരിക്കാം, മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലേക്ക് പോയിരിക്കാം. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇതിനൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പിൻബലമുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ജീവിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് ടെക്നോളജി പരമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ഭൂമി മുഴുവൻ ഒരു സുനാമി വന്ന് ഇവിടെയുള്ള സകല ജീവജാലങ്ങളും മരണപ്പെട്ടു എന്ന് കരുതുക. കടലിൽ മാത്രം കുറെ ജീവികൾ അവശേഷിക്കുന്നു. ബാക്കിയുള്ള മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ഒക്കെ മരണപ്പെട്ടു. കെട്ടിടങ്ങളും മറ്റുമൊക്കെ ഇടിഞ്ഞ് കടലിനടിയിലായി. ഒരു 10 വർഷം കഴിയുമ്പോൾ തന്നെ ഇതിലെ വലിയൊരു ഭാഗം ഒരു തെളിവുമില്ലാത്ത രീതിയിലേക്ക് ഭൂമിയിൽ തന്നെ ലയിച്ചു പോകും. ഒരു 50 വർഷം, 100 വർഷം, അല്ലെങ്കിൽ 1,00,000 വർഷം കഴിയുമ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിർമ്മിച്ചിരുന്ന ഇത്രയും വലിയ കെട്ടിടങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെട്ടിരുന്ന ടെക്നോളജിക്കോ ഒരു ചെറിയ തെളിവ് പോലും ഉണ്ടാകില്ല എന്നതാണ് വലിയ സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ 1,00,000 വർഷങ്ങൾക്ക് മുമ്പോ 10,00,000 വർഷങ്ങൾക്ക് മുമ്പോ ഇവിടെ എന്തായിരുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവി വിഭാഗം എന്നാണ്.
എന്നാൽ ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഇതിനേക്കാൾ വികാസം പ്രാപിച്ച ഒരു സമൂഹം ഉണ്ടായിക്കൂടുന്നില്ല. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പക്ഷെ നമുക്കിന്ന് ലഭ്യമല്ല എന്നതാണ് സത്യം. എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. ഭൂമിയിൽ ഇതിനു മുമ്പും നമ്മളെക്കാൾ വികാസം പ്രാപിച്ചിരുന്ന മനുഷ്യൻ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവരുടെ പല നിർമ്മിതികളുടെയും ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒപ്പം അന്യഗ്രഹങ്ങളിൽ മനുഷ്യനെ പോലെയോ മനുഷ്യനേക്കാൾ വ്യത്യസ്തമായോ ഉരക മനുഷ്യനോ അങ്ങനെ പലതരം ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നുവരെ ഒരു ശാസ്ത്രജ്ഞനും നിഷേധിച്ചിട്ടില്ല. എന്നാൽ കൃത്യമായ തെളിവുകൾ ഇപ്പോഴും കൈവശമില്ല എന്ന് മാത്രം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.